നമ്മുടെ നറൂട്ടോ സീരീസിലെ മീനട്ടോ നാമികാസ ഇല്ലേ, പുള്ളിക്കാരൻ മരിച്ചില്ലായിരുന്നെങ്കിലോ? അതായത് മീനട്ടോ മരിച്ചില്ലായിരുന്നെങ്കിൽ നറൂട്ടോ സീരീസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുമായിരുന്നു നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ആനിമെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ്. ഫസ്റ്റ് ഓഫ് ഓൾ, 90s കുഷീനയിലും നറൂട്ടോയിലും സീൽ ചെയ്ത ശേഷം മീനറ്റോയുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ആ മാസ്ക്ഡ് മാൻ ആയിരിക്കും, അതായത് ഒബീറ്റോ. അവിടെ ഫൈറ്റിന്റെ ടൈമിൽ മീനറ്റോ അവനെ മാർക്ക് ചെയ്തിരുന്നു. സോ ഒബീറ്റോ കാമുയി ഡയമെൻഷനിലേക്ക് എസ്കേപ്പ് ആയാൽ പോലും ഫ്ലൈയിങ് റൈജിൻ യൂസ് ചെയ്ത് മീനറ്റോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ടെലപ്പോർട്ട് ആവാൻ സാധിക്കും. ഒബീറ്റോയെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ലൈക്ക് ഷാരിംഗൻ യൂസർ ആണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് മീനറ്റോന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ മീനറ്റോ ഒരിക്കലും ഒറ്റയ്ക്ക് പോകത്തില്ല. കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഷിനോബീസിനെയാണ് കൂടെ കൂടും, ലൈക്ക് ജിറായ, തേർഡ് ഹുക്കാഗെ ആയിട്ടുള്ള ഹിറൂസൻ സറൂട്ടോബി ആൻഡ് എസ്പെഷ്യലി ഫൂഗക്കു ഉച്ചിഹ. എന്തുകൊണ്ട് ഫൂഗക്കു ഉച്ചിഹ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരിങ്ങിനെ പറ്റി ഫൂഗക്കുകൾക്കാൾ ബെറ്റർ ആയി മനസ്സിലാക്കിയ വേറെ ആരും ഇല്ല. ആൻഡ് ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പായി മാറുമായിരുന്നു. ലൈക്ക് ഉച്ചിഹ ക്ലാനിന് ഹുക്കാഗയിലുള്ള ട്രസ്റ്റ് കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്തേനെ. ആൻഡ് അവരങ്ങനെ പോകുമ്പോഴത്തേക്കും ഒബീറ്റോയുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക. രണ്ടായാലും അതിന്റെ റിസൾട്ട് ഒന്നായിരിക്കും. ആൻഡ് അതിലുപരി സ്വന്തം സ്റ്റുഡന്റ് ആണെന്ന് അറിഞ്ഞ മീനറ്റോ ഉറപ്പായിട്ടും ഒബീറ്റോനെ മരിക്കാൻ വിടാതെ ഹെൽപ്പ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ആസ് എ റിസൾട്ട് ഉച്ചിഹ മാസക്കർ ഉണ്ടാകില്ല, അക്കാറ്റ്സ്കിയെ ഒബീറ്റോ ലീഡ് ചെയ്യത്തില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാർ പോലും ഉണ്ടാകത്തില്ല. ഇനി ക്യാരക്ടർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നറൂട്ടോയുടെ ബാക്ക് സ്റ്റോറി ഉണ്ടാവത്തില്ലായിരുന്നു, സാസ്കയുടെ ബാക്ക് സ്റ്റോറി ഉണ്ടാവത്തില്ലായിരുന്നു, എന്തിന് ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറി പോലും ഉണ്ടാവത്തില്ലായിരുന്നു. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നറൂട്ടോന്റെ സ്റ്റോറി തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയേനെ. ഇതിലൂടെ തന്നെ മീനറ്റോ നമികാസ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ തിയറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ പറയൂ. അടുത്ത വീഡിയോ കാണാം.